കഥയെ ആരംഭിക്കുന്നത് ലീ ചാൻഡലറെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. വളരെയധികം ഒറ്റപ്പെട്ട് ഡിപ്രഷനിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ലീ. ഒരു അപ്പാർട്ട്മെന്റിൽ ലീക്ക് ഒരു ജോലിയുണ്ട്. പ്ലംബറായും തൂപ്പുകാരനുമായും ഒക്കെയും അവനവിടെ ജോലി നോക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്ര വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും ലീ അതൊന്നും കാര്യമാക്കാറില്ല. തന്റെ കാര്യം മാത്രം നോക്കി ലീ മുമ്പോട്ട് പോകും. അങ്ങനെയിരിക്കെ ഒരു ദിവസം അപ്പാർട്ട്മെന്റിലെ ഒരു ലേഡിയുമായി ലീക്കൊരു വാക്കുതർക്കം സംഭവിച്ചു. ആ ലേഡിയുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ലീ ചൂണ്ടിക്കാണിച്ചപ്പോ അവർക്കത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിന്റെ പേരിൽ അവരത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കെയർ ടേക്കർ ലീയെ വിളിച്ച് നീ ഇങ്ങനെ അവരോടൊക്കെ വഴക്കുണ്ടാക്കിയാൽ എങ്ങനെയാ എന്ന തരത്തിൽ ചോദ്യം ചെയ്തെങ്കിലും ലീക്ക് അതൊന്നും പ്രശ്നമേ ആയിരുന്നില്ല. ചെയ്യുന്ന പണികളുടെ മുഴുവൻ പണവും കിട്ടുന്നത് അവിടുത്തെ കെയർ ടേക്കറായ ലീയുടെ ബോസിനാണ്. അത് മുഴുവൻ നിങ്ങളെടുത്തോളൂ, എനിക്ക് മറ്റൊന്നിനും വയ്യ എന്ന് പറഞ്ഞ ലീ അവിടെ നിന്ന് പോന്നു. ലീ പൊതുവെ ധിക്കാരിയും ഗുഡ് മോർണിംഗ് പറയാത്ത വ്യക്തിയും ഒക്കെയാണ് എന്ന് നിരവധി പരാതികൾ ലീയുടെ ബോസിന് വരുന്നുണ്ടായിരുന്നു. ബോസാകട്ടെ താൻ കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്തോളാം എന്ന് ഇറങ്ങിപ്പോയ ലീയോടായി പറയുകയും ചെയ്തു. എല്ലാത്തിനോടും ലീക്കൊരുതരം വെറുപ്പായിരുന്നു. ലീയോട് താല്പര്യം പ്രകടിപ്പിച്ച് ബാറിൽ പോകുമ്പോൾ വരെ പെണ്ണുങ്ങൾ വരുമെങ്കിലും ലീ അവരെയൊക്കെ അവോയ്ഡ് ചെയ്യും. ഒരു കാര്യവുമില്ലാതെ ആളുകളുടെ അടുത്ത് ചെന്ന് എന്നെ അറിയുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ട് തട്ടിക്കയറി അവരുമായി ഇടിയുണ്ടാക്കും. അവരിൽ നിന്ന് നല്ല രീതിയിൽ തല്ലുവാങ്ങും. മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റക്കാരനായി പ്രശ്നമുണ്ടാക്കുന്നവനായി ശരീരം വേദനിക്കുന്ന രീതിയിൽ തല്ലുകൊള്ളുമ്പോഴൊക്കെയും അതിലൊക്കെ ലീ ഒരു ആശ്വാസം കണ്ടെത്തുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ലീ ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കുന്നത് എന്നത് വ്യക്തമേ അല്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ലീ തന്റെ ജോലിയിലായിരിക്കെ ലീയുടെ ചേട്ടന്റെ കൂട്ടുകാരൻ വിളിച്ചു. ചേട്ടൻ ആശുപത്രിയിലാണ്, അത്യാവശ്യമായി വരണമെന്ന് പറഞ്ഞു. ലീ ഉടനടി അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. ബോസ്റ്റണിൽ നിന്നും മാഞ്ചസ്റ്റർ എന്ന നഗരത്തിലേക്കുള്ള യാത്ര. കൃത്യമായി പറഞ്ഞാൽ മാഞ്ചസ്റ്റർ ബൈ ദ സീ എന്ന തീരദേശ ടൗണിലേക്ക്. ലീ ജനിച്ചതും വളർന്നതുമൊക്കെ ആ ടൗണിലായിരുന്നെങ്കിലും നിലവിലിപ്പോൾ വർഷങ്ങളായി അവൻ ബോസ്റ്റണിലാണ് ജീവിക്കുന്നത്. അങ്ങോട്ടേക്കുള്ള യാത്രയിൽ മുഴുവൻ ലീയുടെ ഉള്ളിൽ എന്തൊക്കെയോ ദുഃഖങ്ങളും ചിന്തകളും കുമിഞ്ഞു കൂടുന്നുണ്ടായിരുന്നു. യാത്ര ചെയ്ത് ലീ ആശുപത്രിയിലെത്തി. ലീയുടെ ജ്യേഷ്ഠനായ ജോയുടെ കൂട്ടുകാരൻ ജോർജ് അവിടെ ഉണ്ടായിരുന്നു. ചെന്നപാടെ തന്റെ ചേട്ടൻ ജോ മരണപ്പെട്ടിരിക്കുന്നു എന്ന് ലീ മനസ്സിലാക്കി. പക്ഷെ ലീയുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും കാണാനുണ്ടായിരുന്നില്ല. പ്രതീക്ഷിച്ച പോലായിരുന്നു ലീ നിന്നത്. ഹൃദയാഘാതം മൂലമാണ് ജോ മരണപ്പെട്ടത് എന്ന് ഡോക്ടറിൽ നിന്നും ലീ അറിഞ്ഞു. കുഴഞ്ഞു വീണ ജോയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ജോർജ് ആയിരുന്നു. ജോയും ജോർജും ഫിഷർമാനായി ജോലി നോക്കുകയാണ്. അവർക്ക് സ്വന്തമായി ബോട്ടുകളുമുണ്ട്. കാര്യമായ പരിപാടികളിലൊന്നും ഇടപെടാതെ ഒഴിവായി പോവണം എന്ന് ലീക്കുണ്ടായിരുന്നു. അങ്കിളിനെയും ആന്റിയെയും വിവരമറിയിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ലീ നോക്കിയെങ്കിലും അവർ മിനിസോട്ടയിലേക്ക് താമസം മാറിപ്പോയതുകൊണ്ട് ലീക്ക് അതിനും സാധിക്കുന്നില്ല. പിന്നാലെ ജോയുടെ ഒരേ ഒരു മകൻ പാട്രിക്കിനെ വിവരമറിയിക്കേണ്ട ദൗത്യം ലീയിലേക്ക് വന്നെത്തുകയാണ്. ലീയുടെ ഓർമ്മകൾ പഴയ കാലത്തിലേക്ക് പോയി. ജ്യേഷ്ഠൻ ജോയ്ക്ക് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിന്റെ മരണവും ഡോക്ടർമാർ മുൻകൂട്ടി പറഞ്ഞിരുന്നു. തന്റെ ജ്യേഷ്ഠന്റെ മൃതദേഹം മോർച്ചറിയിലെ ഫ്രീസറിൽ ലീ നോക്കിക്കണ്ടു. പിന്നാലെ ഡോക്ടർമാരോടും മറ്റും സംസാരിച്ച് പാട്രിക്കിനെ വിവരമറിയിക്കുവാൻ ലീ അവിടെ നിന്ന് സ്കൂളിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ലീ സ്കൂളിലെ പ്രിൻസിപ്പളിനെ വിളിച്ചു. പാട്രിക് അവിടെയുണ്ടോ എന്ന് തിരക്കി. പക്ഷെ അവൻ അവിടില്ലെന്നും ഹോക്കി കളിക്കാൻ പോയിരിക്കുകയാണ്, അവനൊരു പ്ലെയറാണ് എന്നുമായിരുന്നു പ്രിൻസിപ്പളിൽ നിന്നും ലീ അറിഞ്ഞത്. ലീയാണ് വിളിക്കുന്നതെന്ന് അറിഞ്ഞതും ലീയെ പറ്റിയൊരു സംസാരം പ്രിൻസിപ്പലിനും അവിടുത്തെ ഒരു സ്റ്റാഫിനുമിടയിൽ നടക്കുകയും ചെയ്യുന്നുമുണ്ടായിരുന്നു. ആ യാത്രയിൽ ലീ പഴയൊരു കാര്യത്തെപ്പറ്റി ഓർത്തു. ലീ പണ്ട് മാഞ്ചസ്റ്ററിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്റെ ജ്യേഷ്ഠൻ ജോയ്ക്കൊപ്പം ഫിഷിങ്ങിന് പോവുമായിരുന്നു. അന്നുകൂടെ കുട്ടിയായിരുന്ന പാട്രിക്കും വരും. ലീയും പാട്രിക്കും അന്നേറെ സൗഹൃദത്തിലും സ്നേഹത്തിലുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഏവരിൽ നിന്നും അകന്നു നിൽക്കാനാണ് ലീ ആഗ്രഹിക്കുന്നത്. ലീയുടെ ഓർമ്മകൾ വീണ്ടും പഴയകാലത്തിലേക്ക് പോയി. ഫിഷിങ്ങിന് പോയിരിക്കുന്ന ലീ തന്റെ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ അവിടെ ലീയെയും കാത്ത് ലീയുടെ പ്രിയപ്പെട്ട ഭാര്യ റാൻഡിയും 3 മക്കളും ഉണ്ടായിരുന്നു. അത്രമേൽ സ്നേഹത്തോടെയായിരുന്നു ലീ അവരോടൊപ്പം ജീവിച്ചിരുന്നത്. മക്കളെന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവനുമായിരുന്നു. ഇതേ സമയം മറുവശത്ത് പാട്രിക്ക് ഐസ് ഹോക്കി കളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കളിക്കിടയിൽ അവനൊരു പ്രശ്നമുണ്ടാക്കി. കോച്ച് എതിർക്കാൻ വന്നപ്പോൾ എഴുന്നേറ്റ പാട്രിക് നേരെ എതിർവശത്ത് വന്നു നിൽക്കുന്ന തന്റെ കൊച്ചച്ഛൻ ലീയെ കണ്ടു. ലീയെ കണ്ടതും പാട്രിക് വല്ലാതെ അസ്വസ്ഥനായിരുന്നു. ലീ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് പാട്രിക്കിന് ഉറപ്പുണ്ടായിരുന്നു. ലീക്ക് അടുത്തേക്ക് കോച്ചിനെ തള്ളി പറഞ്ഞ് പാട്രിക്ക് പോയി. കൂടെയുണ്ടായിരുന്ന പാട്രിക്കിന്റെ സുഹൃത്തുക്കളോട് ഇവനിതെന്താ ഇങ്ങനെ എന്ന് കോച്ച് ചോദിച്ചപ്പോ മനസ്സിലാക്കിയിരുന്ന കാര്യം അവന്റെ കൂട്ടുകാർ പറഞ്ഞു. അതവന്റെ കൊച്ചച്ഛനാണ്. അവന്റെ അച്ഛൻ സുഖമില്ലാതെ ആശുപത്രിയിലായിരുന്നു. ഇങ്ങോട്ടേക്ക് ഒരിക്കലും വരാത്ത കൊച്ചച്ഛൻ ഇപ്പോ വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ അച്ഛൻ മരണപ്പെട്ടു കാണും. പാട്രിക് അപ്പോഴേക്കും ലീയുടെ അടുത്തെത്തിയിരുന്നു. കോച്ചും ലീയുടെ അച്ഛൻ മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കി ലീയോട് പൊക്കോളാൻ പറഞ്ഞു. പാട്രിക്കുമായി ലീ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് പോരാൻ
തള്ളാൻ തുടങ്ങി. അച്ഛന്റെ മൃതദേഹം കാണണോ വേണ്ടയോ എന്ന ചർച്ച അവർക്കിടയിലേക്ക് വന്നിരുന്നു. ലീക്കെന്തോ അതിൽ താല്പര്യമില്ലാത്ത പോലായിരുന്നു. അവനെന്തോ വല്ലാതെ മടിക്കുന്നുണ്ടായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞപ്പോ ലീ വീണ്ടും പാട്രിക്കിനോട് അച്ഛനെ കാണണോ എന്ന് ചോദിച്ചു. ഒടുവിൽ പാട്രിക്ക് തന്നെ അച്ഛനെ കാണാൻ വേണ്ടി നേരെ മോർച്ചറിയിലേക്ക് ചെന്നു. പക്ഷെ അവിടെ ഒരുപാട് നേരം നിന്നില്ല. ചെന്നു കയറിയവൻ അച്ഛനെ ഒരു നോക്ക് നോക്കി നേരെ തിരികെ പോന്നു. അവർ നേരെ വീട്ടിലെത്തി. അന്ന് വീട്ടിലേക്ക് പാട്രിക്കിന്റെ കുറച്ച് കൂട്ടുകാർ വന്നിരുന്നു. ആദ്യമൊക്കെ അവനെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ അവന്റെ അച്ഛനെ പറ്റി അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. ലീ അവർക്ക് വേണ്ടി ഭക്ഷണമടക്കം വാങ്ങിക്കൊണ്ടുവന്നു കൊടുത്തിരുന്നു. അവരുടെ കൂടെ കൂടാതെ ലീ മാറിയിരുന്നു. ആദ്യമൊക്കെ പാട്രിക്കിനെ ആശ്വസിപ്പിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന അവരുടെ സംസാരം കൂട്ടുകാരുടെ നോർമൽ സംസാരത്തിലേക്ക് മാറി. സിനിമകളെപ്പറ്റിയും രസകരമായ കാര്യങ്ങളെപ്പറ്റിയും മറ്റൊന്നും ചിന്തിക്കാതെ അവർ സംസാരിച്ചുകൊണ്ടേയിരുന്നു. തന്റെ അച്ഛന്റെ മരണത്തിൽ ഒരുപാട് ദുഃഖമുള്ളൊരു വ്യക്തിയെപ്പോലെ പാട്രിക്കും കാണപ്പെടുന്നുണ്ടായിരുന്നില്ല. അന്ന് കുറച്ചു കഴിഞ്ഞപ്പോ മുറിയിൽ കിടന്നിരുന്ന ലീക്ക് അടുത്തേക്ക് പാട്രിക് വന്നു. തന്റെ ഗേൾഫ്രണ്ട് ഇന്നിവിടെ തങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. കൊച്ചച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ, അച്ഛൻ സമ്മതിക്കാറുണ്ടായിരുന്നു എന്ന തരത്തിൽ പാട്രിക് അവനോട് ചോദിച്ചു. അവൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന മട്ടായിരുന്നു പാട്രിക്കിന്. അവർ തമ്മിൽ സാധാരണമായ ഒരു കൂട്ടുകെട്ടല്ല ഉള്ളതെന്നും ലൈംഗികപരമായ കാര്യങ്ങൾ വരെ നടക്കുന്നുണ്ട് എന്നും സംസാരത്തിൽ നിന്നും ലീ മനസ്സിലാക്കി. പക്ഷേ അതൊന്നും തന്നെ ലീ കാര്യമാക്കിയിരുന്നുമില്ല. പോകുന്നതിനു മുമ്പ് അമ്മയെ ഞാൻ വിളിക്കണോ, കാര്യങ്ങൾ അറിയിക്കണോ എന്ന തരത്തിൽ പാട്രിക് ലീയോട് ചോദിച്ചു. ലീയുടെ അമ്മയോട്, അതായത് ജോയുടെ മുൻഭാര്യയോട് ലീക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. ഞാൻ വിളിക്കില്ല എന്നായിരുന്നു ലീ പറഞ്ഞത്. പാട്രിക് നേരെ തന്റെ മുറിയിലേക്ക് പോയി. ലീയുടെ ഓർമ്മകൾ പഴയ കാലത്തിലേക്കും. ഒരിക്കൽ ജോയും ലീയും പുറത്തുപോയി കയറി വന്നപ്പോൾ കണ്ടത് അടിവസ്ത്രം പോലും ധരിക്കാതെ മദ്യപിച്ച് ബോധം കെട്ട് നഗ്നിയായി സോഫയിൽ കിടക്കുന്ന പാട്രിക്കിന്റെ അമ്മയായിരുന്നു. അന്ന് പാട്രിക് അമ്മയെ കാണാതെ മുകൾ നിലയിലേക്ക് കൊണ്ടുപോയതുപോലും ലീയാണ്. ഭാര്യയുടെ ഇത്തരത്തിലുള്ള കുത്തഴിഞ്ഞ ജീവിതം ജോയ്ക്കും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അങ്ങനായിരുന്നു അവർ ഡിവോഴ്സ് ആയതും. തന്റെ മുറിയിലെത്തിയിരുന്ന പാട്രിക് അന്ന് തന്റെ അമ്മയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞ് ഒരു മെയിൽ അയച്ചു. അടുത്ത ദിവസം പാട്രിക്കിനെയും കൂട്ടിക്കൊണ്ട് ലീ ജോയുടെ വക്കീലിനെ കാണാൻ പോയി. വിൽപത്രമടക്കം പൂർണ്ണമായി തയ്യാറാക്കി ജോ അവിടെ ഏൽപ്പിച്ചിരുന്നു. അങ്ങോട്ടേക്ക് കയറുമ്പോ പാട്രിക് ലീയോട് ചോദിച്ചു, അച്ഛൻ ആർക്കായിരിക്കും അച്ഛന്റെ ബോട്ട് കൊടുത്തിരിക്കുക? എല്ലാം നിനക്കായിരിക്കും. ലീ അവനോട് മറുപടി പറഞ്ഞു. പിന്നാലെ ലീ വക്കീലുമായി സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങൾ ലീ മനസ്സിലാക്കുന്നത്. ജോയുടെ മരണശേഷം പാട്രിക്കിന്റെ ഗാർഡിയനായി വിൽപത്രത്തിൽ ജോ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലീയെയായിരുന്നു. ലീക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല അത്. ബോസ്റ്റൺ വിട്ട് ലീയുടെ ഗാർഡിയനായി മാഞ്ചസ്റ്ററിൽ വന്ന് താമസിക്കാൻ അവനത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് ലീ പറഞ്ഞതും ജോ നിങ്ങളോട് ഇക്കാര്യമൊക്കെ സംസാരിച്ചു കാണുമെന്ന ഞാൻ കരുതിയത് എന്നായിരുന്നു വക്കീൽ പറഞ്ഞത്. ലീ ആകെ വല്ലാതായി. ബോസ്റ്റണിൽ നിന്നും മാഞ്ചസ്റ്ററിൽ വന്ന് ജീവിക്കാൻ ലീക്ക് സാധിക്കില്ലായിരുന്നു. അതേസമയം പാട്രിക്കിന് 16 വയസ്സായിട്ടേയുള്ളൂ. 18 വയസ്സുവരെ അവന്റെ സ്വത്തുക്കളും കാര്യങ്ങളും ഒക്കെ നോക്കേണ്ടത് ലീയാണെന്നാണ് വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. മാത്രമല്ല അതിനുവേണ്ടിയുള്ള ചെലവുകളും കിട്ടുന്ന പണവുമടക്കം എങ്ങനെ ചെലവാക്കണമെന്നും കൃത്യമായി ജോ തന്റെ വിൽപത്രത്തിൽ എഴുതിയിട്ടുമുണ്ട്. ലീ ജനൽ വഴി പുറത്തേക്ക് നോക്കി. പുറത്തെങ്ങും മഞ്ഞ് പുതഞ്ഞു കിടക്കുന്നു. വക്കീൽ ലീയോട് പറഞ്ഞു, എനിക്ക് മനസ്സിലാകും ലീ, നിങ്ങൾ കടന്നുപോയ അവസ്ഥ ആർക്കും സഹിക്കാൻ പറ്റാവുന്നതല്ല. ലീയുടെ ഓർമ്മകൾ പഴയ കാലത്തിലേക്ക് പോയി. മറക്കാൻ ശ്രമിച്ചിട്ടും ലീക്ക് മറക്കാൻ സാധിക്കാത്ത ഓരോ നിമിഷവും ലീയെ കുത്തിനോവിച്ചുകൊണ്ടിരിക്കുന്ന ആ രാത്രിയിലേക്ക്. അന്ന് ലീയുടെ വീട്ടിൽ ഒരു പാർട്ടി നടന്നിരുന്നു. കൂട്ടുകാരൊക്കെ ഒന്നിച്ച് ഒരുപാട് മദ്യപിക്കുകയും ലഹരി ഉപയോഗിക്കുകയും ഒക്കെ ലീ ചെയ്തു. രാത്രി 2 മണിവരെ അത് തുടർന്നിരുന്നു. ഒടുവിൽ ഒച്ച ഉയർന്നപ്പോ ഉറങ്ങുകയായിരുന്ന മക്കൾ എഴുന്നേക്കുമെന്ന് പറഞ്ഞ് ലീയുടെ ഭാര്യ റാൻഡി വന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോഴായിരുന്നു കൂട്ടുകാരിയൊക്കെ ലീ പറഞ്ഞുവിട്ടത്. ശേഷം ലീ ഭാര്യയുമായി കുറച്ച് സംസാരിച്ചു. ലീ എന്ന് ഒരുപാട് മദ്യപിച്ചിരുന്നു. വീട്ടിലുള്ള മദ്യമൊക്കെ തീർന്നതുകൊണ്ട് പുറത്തുപോയി കുറച്ച് വാങ്ങുവാൻ ലീ എന്ന് പുറത്തേക്ക് പോന്നു. മദ്യപിച്ചതുകൊണ്ട് കാറെടുക്കാതെ നടന്നായിരുന്നു അവൻ പോയത്. മദ്യം വാങ്ങാൻ പോയ ലീ തിരികെ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് തന്റെ വീട്ടിൽ തീ ആളിക്കത്തുന്നതാണ്. ലീയുടെ വീട് മുഴുവനായും അഗ്നി വിഴുങ്ങിയിരുന്നു. ഫയർ ഫൈറ്റേഴ്സിന് ലീയുടെ ഭാര്യയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും 2ാം നിലയിൽ ഉറങ്ങുകയായിരുന്ന ലീയുടെ 3 മക്കളും അന്ന് വെന്തുമരിച്ചു. ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. തന്റെ കൺമുമ്പിൽ തന്റെ പിഞ്ചുമക്കൾ കത്തിക്കരിഞ്ഞ് വെന്തുമരിച്ച കാഴ്ച ലീയെ അത്രമേൽ തകർത്തു കളഞ്ഞു. അടുത്ത ദിവസം പോലീസ് ഉദ്യോഗസ്ഥരെത്തി ചോദ്യം
ചെയ്തു. നടന്ന കാര്യങ്ങൾ അത്രയും ലീ പറഞ്ഞു. വീട്ടിൽ പാർട്ടി ഉണ്ടായിരുന്നു. ഭാര്യ വന്ന് പറഞ്ഞപ്പോഴാണ് ഏവരെയും പറഞ്ഞു വിട്ടത്. ഞാനും ഒരുപാട് മദ്യപിച്ചിരുന്നു. ഞാനും ഭാര്യയും താഴെ നിലയിലാണ് ഉറങ്ങുന്നത്. മക്കൾ മുകൾ നിലയിലും. ഭാര്യയോട് കുറിച്ച് സംസാരിച്ച ശേഷം മക്കളെ നോക്കാൻ ഞാൻ മുകളിൽ പോയി. മക്കൾ ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവിടെ വല്ലാതെ തണുപ്പ് നിൽക്കുന്നത് ഞാൻ കണ്ടത്. നല്ല തണുപ്പ് വന്ന റാൻഡിക്കും അത് തലവേദനയുമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ വന്ന് ഫയർ പ്ലേസിൽ തീ കത്തിച്ചു. അതിന്റെ ചൂടൊക്കെ കൊണ്ട് കുറച്ചുനേരം TV കാണാനിരുന്നു. എനിക്കപ്പോ കുറച്ച് മദ്യപിക്കണമെന്ന് തോന്നി. നോക്കിയപ്പോ ഫ്രിഡ്ജിൽ മദ്യമില്ല. അത് വാങ്ങുവാൻ ഞാൻ പുറത്തേക്ക് പോയി. ഒരുപാട് മദ്യപിച്ചിരുന്നത് കൊണ്ട് കാറെടുത്തില്ല. നടന്നായിരുന്നു പോയത്. തിരികെ എത്തിയപ്പോ ഞാൻ കണ്ടത് വീട് ആളിക്കത്തുന്നതായിരുന്നു. ഞാൻ ഫയർ പ്ലേസ് മൂടിയിരുന്നു എന്നൊരു സംശയം തിരിച്ചു വരുമ്പോഴൊക്കെയും എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് കുഴപ്പമാകില്ലെന്നാ ഞാൻ കരുതിയത്. കുറ്റബോധത്തോടെ ലീ പറഞ്ഞുകൊണ്ടേയിരുന്നു താനാണ് തന്റെ മക്കളെ കൊന്നത്. ഫയർ പ്ലേസ് മൂടാത്തതുകൊണ്ട് അതിൽ നിന്ന് തീ പടർന്നു പിടിച്ചാണ് ഫർണസ് അടക്കം പൊട്ടിത്തെറിച്ച് തന്റെ മക്കൾ കൊല്ലപ്പെട്ടത് എന്ന് ലീ ഉറച്ചു വിശ്വസിച്ചിരുന്നു. നിയമം തനിക്ക് വലിയ ശിക്ഷ കിട്ടും എന്ന് ലീ കരുതിയെങ്കിലും അതൊരു ആക്സിഡന്റായി മാത്രമായിരുന്നു നിയമം വിലയിരുത്തിയത്. ലീയോട് പൊക്കോളാനും പോലീസുകാർ പറഞ്ഞു. ലീക്ക് പക്ഷേ അത് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. താനാണ് തെറ്റ് ചെയ്തത് എന്നുറച്ചു വിശ്വസിച്ച ലീ അതൊരു അപകടമാണ് എന്ന് പോലും വിശ്വസിക്കാൻ കൂട്ടാക്കാതെ അവിടുണ്ടായിരുന്ന ഒരു പോലീസുകാരന്റെ തോക്കെടുത്ത് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യാൻ വരെ നോക്കി. മറ്റുള്ളവരായിരുന്നു അന്ന് ലീയെ തടഞ്ഞു നിർത്തിയത്. ആ സംഭവം ലീയുടെ ജീവിതം തന്നെ തകർത്തു. ലീ വല്ലാതെ ഡിപ്രഷനിലേക്ക് പോയി. ഓരോ ദിവസവും വേദന ലീയെ കാർന്നു തിന്നുകൊണ്ടിരുന്നു. ആ പ്രശ്നത്തിന്റെ പേരിൽ ലീയുടെ ഭാര്യയും നാട്ടുകാരും എല്ലാവരും ലീയെ കുറ്റപ്പെടുത്തി. ഒരു തെറ്റുകാരനെ പോലെ കണ്ടു. ഭാര്യ ലീയെ ഡിവോഴ്സ് ചെയ്ത് പോവുകയും ചെയ്തു. അങ്ങനായിരുന്നു മാഞ്ചസ്റ്ററിൽ ജീവിക്കാൻ സാധിക്കാതെ ലീ ബോസ്റ്റണിലേക്ക് പോയത്. പക്ഷേ അവിടെയും അവന് തന്റെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവാൻ സാധിച്ചില്ല. മൂവ് ഓൺ ചെയ്യാൻ കഴിഞ്ഞില്ല. ഓരോ നിമിഷവും തന്നെ കുറ്റപ്പെടുത്തി വേദനയിൽ ആഴ്ന്നുകൊണ്ട് ലീ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാട്രിക്കിന്റെ ഗാർഡിയൻഷിപ്പ് ഏറ്റെടുത്ത് മാഞ്ചസ്റ്ററിൽ തുടരുവാൻ ലീക്ക് ഒരു തരത്തിലും സാധിക്കുമായിരുന്നില്ല. അങ്ങനാണെങ്കിൽ അവന്റെ ഉത്തരവാദിത്തം അവന്റെ അമ്മയ്ക്ക് കൈമാറാം എന്ന് വക്കീൽ പറഞ്ഞപ്പോ മോശപ്പെട്ട ആ സ്ത്രീക്ക് അത് കൊടുക്കുവാനും ലീക്ക് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. ലീയുടെ മനസ്സിലെ ഉദ്ദേശം എങ്ങനെയെങ്കിലും പാട്രിക്കിനെ പറഞ്ഞു മനസ്സിലാക്കി തന്റെ ഒപ്പം ബോസ്റ്റണിലേക്ക് കൊണ്ടുപോവാം എന്നതായിരുന്നു. ജോയുടെ ബോട്ടടക്കം വിറ്റ് ആ പണം പാട്രിക്കിന് ഉപയോഗിക്കാൻ കൊടുക്കാം എന്നൊക്കെ ലീ കരുതിയിരുന്നു. പക്ഷേ പാട്രിക്കിനെ സംബന്ധിച്ച് ആ ഫിഷിംഗ് ബോട്ട് എന്നത് അവന് വലിയ കാര്യമായിരുന്നു. ചെറിയൊരു മോട്ടോർ തകരാറുണ്ടെങ്കിലും ആ ഫിഷിംഗ് ബോട്ട് സ്വയം ഓടിച്ച് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യണം എന്നൊക്കെ അവനുണ്ടായിരുന്നു. പക്ഷേ ബോട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കണമെങ്കിൽ ലീക്ക് അവിടെ തുടരേണ്ട വരും. അതവന് സാധിക്കാമില്ല. അതിന്റെ പേരിൽ പാട്രിക്കും ലീയും തമ്മിൽ വാക്കുതർക്കം പോലും സംഭവിച്ചു. ജോർജിനടുത്തെത്തി ബോട്ടിന്റെ കാര്യങ്ങളൊക്കെ ലീയും പാട്രിക്കും കൂടി സംസാരിച്ചു. ബോട്ട് വിൽക്കാനുള്ള രീതിയിൽ ലീ ജോർജിനോട് സംസാരിച്ചത് പാട്രിക്കിന് ഇഷ്ടപ്പെട്ടില്ല. ഞാനിത് വിൽക്കുന്നില്ല എന്നവൻ തറപ്പിച്ചു പറഞ്ഞു. എങ്ങനെയെങ്കിലും പാട്രിക്കിനെ ഒഴിവാക്കാൻ നടന്നിരുന്ന ലീ ജോർജിനോട് നിങ്ങൾക്ക് ഇവനെ ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചെങ്കിലും പെട്ടെന്നുള്ള ആ ചോദ്യത്തിൽ ജോർജ് ഒന്ന് പതറുന്നുണ്ടായിരുന്നു. ലീക്ക് എപ്പോ വേണമെങ്കിലും വീട്ടിലേക്ക് വരാലോ എന്നൊക്കെ അയാൾ പറഞ്ഞു. പാട്രിക്കിനാണെങ്കിൽ വല്ലാതെ ദേഷ്യം വന്നു. അവിടെ നിന്ന് പോരുമ്പോ പാട്രിക്കിനെ അങ്കിളിന്റെയും ആന്റിയുടെയും അടുത്താക്കുന്ന കാര്യം ലീ സംസാരിച്ചെങ്കിലും പാട്രിക് അതിനും ഒത്തുപോകുന്നുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മയുടെ അടുത്തേക്ക് പോവട്ടെ എന്ന തരത്തിൽ പാട്രിക് ലീയോട് ചോദിച്ചു. പക്ഷേ അവന്റെ അമ്മയെ ചേട്ടൻ ഇഷ്ടമായിരുന്നില്ലെന്നും അവര് മദ്യപാനിയും പ്രശ്നക്കാരിയുമാണെന്നും അങ്ങോട്ട് പോയാൽ നീ ശരിയാവില്ലെന്നും ലീ തീർത്തു പറഞ്ഞു. ലീക്കും പാട്രിക്കിന്റെ അമ്മയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് അവർ നേരെ പോയത് ഫ്യൂണറൽ പാർലറിലേക്കായിരുന്നു. അവിടുത്തെ വ്യക്തിയുമായി ലീ സംസാരിച്ചു. ശേഷം തിരികെ പോരാൻ നേരം പാട്രിക് ലീയോട് കാര്യങ്ങൾ ചോദിച്ചു. ലീ പറഞ്ഞു തണുപ്പ് സമയമായതുകൊണ്ട് ഭൂമി തണുത്തുറഞ്ഞു കിടക്കുകയാണ്. നിലവിൽ ശവസംസ്കാരമൊന്നും നടത്താൻ സാധിക്കില്ല. അതിനി സ്പ്രിംഗ് ആകണം. അതുവരെ മൃതശരീരം ഫ്രീസറിൽ സൂക്ഷിക്കും. പക്ഷെ പാട്രിക്കിന് അതിന് താല്പര്യമുണ്ടായിരുന്നില്ല. വേറെന്തെങ്കിലും വഴിയുണ്ടോ എന്ന തരത്തിലൊക്കെ പാട്രിക് സംസാരിച്ചെങ്കിലും അതിനൊക്കെ ഒരുപാട് ചെലവ് വരും എന്നുള്ളതുകൊണ്ട് നിലവിലെ പദ്ധതിയുമായി മുമ്പോട്ട് പോവാനായിരുന്നു ലീ തീരുമാനിച്ചത്. അവിടെ നിന്ന് പോരുമ്പോ പാട്രിക് ലീയോട് തന്നെ തന്റെ ഗേൾഫ്രണ്ടിന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അവിടെ പാട്രിക്കിന് ബാൻഡ് പ്രാക്ടീസും ഉണ്ടായിരുന്നു. ഒടുവിൽ ലീ തന്നെ അവനെ ഗേൾഫ്രണ്ടിന്റെ വീടിന്റെ മുമ്പിൽ എത്തിച്ചു. ആ സമയമാണ് ലീ ചോദിച്ചത്, ഇതെന്ന് വീട്ടിൽ വന്ന പെണ്ണാണോ? അല്ല, അവളുടെ പേര് സിൽവി എന്ന. ഇത് സാൻഡി. അപ്പോഴാണ്
പാട്രിക്കിന് 2 ഗേൾഫ്രണ്ട്സ് ഉണ്ടെന്നും ഇരുവരുമായും അവൻ ലൈംഗിക ബന്ധത്തിൽ അടക്കം ഏർപ്പെടുന്നുണ്ട് എന്നും ലീ മനസ്സിലാക്കുന്നത് പാട്രിക്കിനെ അവിടെ ഡ്രോപ്പ് ചെയ്ത് ലീ വീട്ടിലേക്ക് പോയി. രാത്രിയായപ്പോൾ അവനെ കൂട്ടുവാൻ ലീ തിരികെ ആ വീടിന്റെ മുമ്പിലെത്തി. സാൻഡിയുടെ അമ്മ വന്ന് ലീയോട് സംസാരിച്ചു. ലീക്കുമേൽ അവർക്കൊരു താല്പര്യമുള്ള പോലെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അവരെ വിളിക്കാമോ, എനിക്ക് പോകണം എന്നായിരുന്നു തീരെ താല്പര്യമില്ലാതെ ലീ അവരോട് പറഞ്ഞത്. ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് ലീക്കൊപ്പം പാട്രിക് അവിടെ നിന്ന് പോന്നു. പോരുമ്പോ പാട്രിക് ലീയോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ലീ കാര്യമായൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അന്ന് ലീ വീട്ടിലെത്തിയപ്പോ ലീക്ക് മുൻ ഭാര്യ റാൻഡിയുടെ കോൾ വന്നു. ജോയുടെ മരണവാർത്തയറിഞ്ഞ് ആദരാഞ്ജലികൾ അറിയിക്കുവാൻ വിളിച്ചതായിരുന്നു അവൾ. സംസാരിക്കുന്ന കൂട്ടത്തിൽ അവൻ എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന് റാൻഡി തിരക്കി. ലീ പക്ഷേ എങ്ങനെ സംസാരിക്കണമെന്നറിയാതെ ദുഃഖത്തിൽ വല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. അപ്പോഴാണ് 2ാം വിവാഹം കഴിച്ചിരുന്ന അവൾ താൻ ഗർഭിണിയാണ്, ഡേറ്റ് എടുക്കാറായി എന്ന കാര്യം അവനോട് പറയുന്നത്. അത് കേട്ടതും ഒരു നിമിഷം അവനൊന്ന് ഷോക്കായിരുന്നു. എന്നിരുന്നാലും അവൻ കൺഗ്രാറ്റുലേഷൻ പറഞ്ഞു. പിന്നാലെ അവൾ ഫ്യൂണറൽ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവളുടെ താല്പര്യം പ്രകടിപ്പിച്ചു. അവളോടും ഭർത്താവിനോടും വരാൻ ലീ ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോഴേക്കും പഴയ കാര്യങ്ങളുടെ ഓർമ്മയിൽ ലീ വല്ലാതായി കഴിഞ്ഞിരുന്നു. റാൻഡി അടക്കം മൂവ് ഓൺ ചെയ്തിട്ടും ലീക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ വേദനയാൽ ഉരുകി. അന്ന് രാത്രിയും പതിവ് പോലെ അവൻ ഉറങ്ങാനേ സാധിച്ചില്ല. വൈകാതെ ഔപചാരികമായ മരണാനന്തര ചടങ്ങുകളുടെ ആദ്യഘട്ടം നടന്നു. ബന്ധുക്കളും ഫാമിലിയുമൊക്കെ വന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അന്ന് രാത്രി ലീയും പാട്രിക്കും തമ്മിൽ സംസാരമുണ്ടായി. ബോസ്റ്റണിലേക്ക് മാറുവാനാണ് ലീ ശ്രമിക്കുന്നത് എന്ന് പാട്രിക്കിന് അറിയാമായിരുന്നു. പാട്രിക് അന്ന് തീർത്തു പറഞ്ഞു, താൻ ഈ മാഞ്ചസ്റ്റർ വിട്ട് എവിടേക്കും വരില്ല. അങ്കിളിന് അറിയാവുന്ന പോലെ എനിക്കിവിടെ 2 ഗേൾഫ്രണ്ട് ഉണ്ട്, ബാൻഡുണ്ട്, ബാസ്കറ്റ്ബോൾ ടീമിൽ ഞാൻ മെമ്പറാണ്. എനിക്ക് നമ്മുടെ ബോട്ട് നോക്കി നടത്തണം. അങ്കിളിന് ഇങ്ങോട്ടേക്ക് താമസം മാറ്റാനുള്ള പണവും മറ്റും അച്ഛൻ വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ എന്ത് ജോലി വേണമെങ്കിലും അങ്കിളിന് ചെയ്യാനും പറ്റും. ലീയെ പിടിച്ചു നിർത്താനും മറ്റും പാട്രിക് പലതും പറഞ്ഞു നോക്കിയെങ്കിലും ലീക്ക് അവിടെ തുടരാനേ സാധിക്കില്ലായിരുന്നു. അന്നത്തെ അവരുടെ സംഭാഷണം അവിടെ അവസാനിച്ചിരുന്നു. പക്ഷേ രാത്രിയിൽ ഒരു കാര്യമുണ്ടായി. ഫ്രിഡ്ജ് തുറന്ന് പാട്രിക്കിന് ഫ്രീസറിലിരിക്കുന്ന അച്ഛന്റെ മൃതദേഹത്തിന്റെ കാര്യം ആലോചിച്ചപ്പോ പെട്ടെന്ന് പാനിക് അറ്റാക്ക് വന്നു. ലീ അവനെ ആശ്വസിപ്പിച്ച് അവന്റെ കൂടെ ഇരിക്കാൻ നോക്കിയപ്പോ ആദ്യം അവൻ ദേഷ്യപ്പെട്ടെങ്കിലും ലീ അവന്റെ മുറിയിൽ തന്നെ തുടർന്നു. ലീയുടെ ഓർമ്മകൾ പഴയ കാലത്തിലേക്ക് പോയി. മാഞ്ചസ്റ്ററിൽ നിന്ന് ബോസ്റ്റണിലേക്ക് ലീ താമസം മാറ്റിയ സമയം ബേസ്മെന്റിലെ ഒറ്റമുറി മുറിയിലായിരുന്നു അവൻ ജീവിച്ചിരുന്നത്. ഒരിക്കൽ അവിടെ എത്തിയ ജോയും പാട്രിക്കും ലീ ജീവിക്കുന്ന അവസ്ഥ കണ്ട് അത് ശരിയല്ലെന്ന് തോന്നി അവിടെ കുറെ ഫർണിച്ചർ അടക്കം വാങ്ങിയിട്ടിട്ടായിരുന്നു പോന്നത്. അത്രമേൽ സ്നേഹം ജ്യേഷ്ഠൻ ലീയോട് കാണിച്ചിരുന്നു. ആ ജ്യേഷ്ഠന്റെ മകന് ഒരാവശ്യം വരുമ്പോ അവനെ ഇട്ടിട്ട് പോകുന്നത് ശരിയല്ല എന്ന ചിന്തകൾ ലീയെ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തി. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ഒരുപാട് ആലോചിച്ച് ലീ ഒരു തീരുമാനമെടുത്തു. ആ ഒരു കൊല്ലത്തെ അവന്റെ ക്ലാസുകൾ കഴിയുന്നവരെ പാട്രിക്കിന് മാഞ്ചസ്റ്ററിൽ തങ്ങാം. ബോസ്റ്റണിലേക്ക് പോകുന്ന ലീ അപ്പോഴേക്കും അവിടെ വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും ഏർപ്പെടുത്തും. സ്കൂള് കഴിയുമ്പോ പാട്രിക്കിനെയും കൂട്ടി അവൻ ബോസ്റ്റണിലേക്ക് മാറും. അവധിക്കാലത്ത് ജോർജിനൊപ്പം ബോട്ടിൽ പോവാൻ അവന് വേണമെങ്കിൽ ഇങ്ങോട്ടും വരാം. പക്ഷേ ലീയുടെ ആ സജഷൻ പാട്രിക്കിന് പറ്റുമായിരുന്നില്ല. ബോസ്റ്റണിലേക്ക് ഒരുപാട് ദൂരമുണ്ട്, അതൊന്നും ശരിയാവില്ലെന്നായിരുന്നു അവന്റെ വാദം. ഒടുവിൽ ആലോചിച്ച് ലീക്കു വേണ്ടി ആ ഒരു കൊല്ലക്കാലത്തേക്കെങ്കിലും മാഞ്ചസ്റ്ററിലേക്ക് താമസം മാറ്റാൻ ലീ തീരുമാനിക്കുകയാണ്. ബോസ്റ്റണിൽ പോയി സാധനങ്ങളും ഒക്കെ എടുത്ത് ലീ വീട്ടിലേക്ക് വന്നു. വീട്ടിലെ ഒരു മുറിയിൽ ഒക്കെ സെറ്റ് ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ കൂട്ടത്തിൽ തന്റെ കുടുംബത്തിന്റെ ഫോട്ടോ എടുത്ത് ലീ കണ്ടതും പഴയ വേദന അവന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങി. സമാധാനപ്പെടാൻ പുറത്തേക്ക് നോക്കി നിൽക്കാനൊക്കെ അവൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. ഒടുവിൽ സ്വയം വേദനപ്പെടുത്താൻ അവിടുത്തെ ഗ്ലാസ് അവൻ ഇടിച്ചു തകർത്തു. അതവന്റെ കയ്യിൽ വലിയ മുറിവുണ്ടാക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ലീയെ മകന്റെ മെയിൽ കണ്ട് പാട്രിക്കിന്റെ അമ്മ ഫോൺ ചെയ്യുന്നത്. പക്ഷേ അവരാണെന്നറിഞ്ഞതും ലീ കോൾ കട്ട് ചെയ്തു. അന്ന് രാത്രിയിൽ അമ്മ ഫോൺ ചെയ്ത കാര്യം പാട്രിക് മനസ്സിലാക്കിയിരുന്നു. ഫോൺ വിളിച്ചിട്ട് നിങ്ങളെന്താ അറ്റൻഡ് ചെയ്യാതിരുന്നത് എന്ന തരത്തിൽ പാട്രിക് ലീയെ ചോദ്യം ചെയ്തു. അമ്മ തന്നെ അമ്മയുടെ ഭാവി വരനൊപ്പം ലഞ്ചിന് ക്ഷണിച്ചിട്ടുണ്ടെന്നും എനിക്കതിന് പോണമെന്നും ലീ പറഞ്ഞു. അവര് ഫോൺ ചെയ്തപ്പോ അവരോടെന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കോൾ കട്ട് ചെയ്തേ. ഇതേ കാര്യം തന്നെയായിരുന്നു നിന്റെ അടുത്ത് പറയാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത്. അതൊന്നുമല്ല, നിങ്ങൾക്ക് ഞാൻ എന്റെ അമ്മയെ കാണുന്നത് ഇഷ്ടമല്ല. നിങ്ങൾ അവരെ വെറുക്കുന്നു. എന്റെ ഗേൾഫ്രണ്ടിനെ ഈ വീട്ടിൽ കൊണ്ടുവരാൻ പോലും നിങ്ങൾ സമ്മതിക്കുന്നില്ല. എന്റെ ഗാർഡിയൻഷിപ്പ് മറ്റാർക്കും കൊടുക്കാൻ സമ്മതിക്കാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് എന്നെ കൊണ്ടുപോയി എന്റെ ജീവിതം തകർക്കാനാ നിങ്ങൾ നോക്കുന്നേ. പാട്രിക് അന്ന് ലീയോട് ദേഷ്യപ്പെട്ടു. വീണ്ടും പാട്രിക് തുടർന്നു പറഞ്ഞു, ഞാൻ എന്റെ അമ്മയ്ക്കൊപ്പം താമസിച്ചോളാം. അപ്പൊ എനിക്ക് ഇവിടെ തുടരാം. ബസ്സിന് കോളേജിൽ
കോളേജിൽ പോരാം, ബോട്ടിലും പോകാം, നിങ്ങൾക്കിടക്ക് വന്ന് എന്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ, നിങ്ങൾക്ക് ബോസ്റ്റണിലേക്ക് പോവുകയും ചെയ്യാം. പക്ഷേ പാട്രിക്ക് അമ്മയ്ക്കൊപ്പം ജീവിക്കുന്നത് ലീക്ക് ഇഷ്ടമായിരുന്നില്ല. നിനക്ക് വേണമെങ്കിൽ നിന്റെ അമ്മ വിളിച്ച് ആ ലഞ്ചിന് പോകാം എന്ന് മാത്രമായിരുന്നു ലീ പറഞ്ഞത്. കുറച്ചുകാലം എന്തായാലും അവിടെ തുടരാൻ തീരുമാനിച്ചതോടെ ലീക്ക് ജോലി വേണമായിരുന്നു. ലീ ജോലി അന്വേഷിച്ച് പോയെങ്കിലും എവിടെയും ജോലി കിട്ടിയില്ല. ആളുകൾ ലീയെ ഒരു വെറുക്കപ്പെട്ടവനായി, വലിയ പാതകം ചെയ്തവനായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അടുത്ത ദിവസം ലീ തന്നെയായിരുന്നു അവന്റെ അമ്മയ്ക്കും ഭാവി വരനും ഒപ്പമുള്ള ലഞ്ചിന് വേണ്ടി പാട്രിക്കിനെ കൊണ്ടുപോയത്. അവർ ലീയെയും അകത്തേക്ക് ക്ഷണിച്ചെങ്കിലും താൻ പോയിട്ട് വന്നോളാം എന്ന് പറഞ്ഞ് ലീ അവിടെ നിന്ന് പോന്നു. ജെഫ്രി എന്നായിരുന്നു ലീയുടെ അമ്മയുടെ ഭാവി വരന്റെ പേര്. ആള് വലിയൊരു ക്രിസ്ത്യൻ ബിലീവർ ആയിരുന്നു. പാട്രിക്കിന്റെ അമ്മയും അയാളുടെ കൂടെ കൂടിയതിൽ പിന്നെ മദ്യപാനമൊക്കെ ഉപേക്ഷിച്ച് പശ്ചാത്താപത്തിന്റെ പാതയിൽ നല്ലൊരു സ്ത്രീയായി മാറിയിരുന്നു. പക്ഷേ അവരോടൊപ്പമുള്ള ലഞ്ചൊന്നും പാട്രിക്കിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അമ്മ ജെഫ്രിയെ വല്ലാതെ ഭയപ്പെടുന്ന പോലെയും ജെഫ്രി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോലെയുമൊക്കെ പാട്രിക്കിന് തോന്നുന്നുണ്ടായിരുന്നു. മാത്രമല്ല അയാൾ വലിയ വിശ്വാസിയുമാണ്. പാട്രിക്കിനാണെങ്കിൽ അതിലൊന്നും അത്ര താല്പര്യവുമില്ല. തിരികെ വരുമ്പോൾ പാട്രിക്കിന്റെ അമ്മ ഇപ്പോ തിരുത്തി ജീവിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന ലീ പാട്രിക്കിനോട് വേണമെങ്കിൽ അമ്മയുടെ കൂടെ ജീവിച്ചോ എന്ന മട്ടിൽ പറഞ്ഞു. പക്ഷേ പാട്രിക്കിനാണെങ്കിൽ അപ്പോഴേക്കും ആ താല്പര്യമൊക്കെ കെട്ടടങ്ങിയിരുന്നു. മാത്രമല്ല നടക്കുന്ന സംഭവങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഗാർഡിയൻഷിപ്പിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറി തന്നെ വിട്ട് രക്ഷപ്പെടാനാണ് ലീ ശ്രമിക്കുന്നത് എന്ന് പാട്രിക്കിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നാലെ തന്നെ ജെഫ്രിയുടെ ഒരു മെയിലും പാട്രിക്കിന് വന്നു. തങ്ങൾക്കിടയിലേക്ക് അവൻ വരുന്നത് ജെഫ്രിക്ക് ഇഷ്ടമില്ലെന്ന് സൂചിപ്പിക്കുന്ന ഒരു മെയിലായിരുന്നു അത്. അതോടെ പാട്രിക്കിന് മുമ്പിലുള്ള ആ വഴിയും അടഞ്ഞു. പാട്രിക്കിന് വല്ലാതെ ദുഃഖവും ദേഷ്യവും ഒക്കെ തോന്നുകയും ചെയ്തിരുന്നു. പാട്രിക് വല്ലാതെ ദുഃഖത്തിലും മൂടിയായും ഇരിക്കുന്നതും ലീ ശ്രദ്ധിച്ചിരുന്നു. അവനെ ഒന്ന് ഉഷാറാക്കാൻ അവൻ ശ്രമിച്ചു. ആദ്യം കൂട്ടുകാരുടെ കാര്യമൊക്കെ ചോദിച്ചപ്പോ അത് നൈസായിട്ടങ്ങ് പാളി. പിന്നാലെ പാട്രിക്കിന് ഇഷ്ടമുള്ള ബോട്ടിന്റെ വിഷയം തന്നെ ലീ എടുത്തിട്ടു. ജോയുടെ ഷൂട്ടിംഗ് വസ്തുക്കൾ വിറ്റ് ബോട്ടിന് പുതിയ മോട്ടോർ വാങ്ങാം എന്ന് ലീ പാട്രിക്കിനോട് പറഞ്ഞു. പാട്രിക്കിന് അത് സന്തോഷം വരുത്തിയിരുന്നു. അടുത്ത ദിവസം തന്നെ പുതിയ മോട്ടറൊക്കെ ഫിക്സ് ചെയ്ത് അവർ ബോട്ട് ഇറക്കി. പാട്രിക്കിന്റെ കാമുകിയും ബോട്ട് റൈഡ് ചെയ്യാൻ വന്നിരുന്നു. സന്തോഷത്തോടെ അവർ ബോട്ട് ഓടിക്കുന്നതും മറ്റും ലീ നോക്കിക്കാണുകയും ചെയ്തു. പാട്രിക്കിന്റെ ഇഷ്ടത്തിന് പാട്രിക്കിനെ വിടുവാനും ജീവിതം അവൻ എൻജോയ് ചെയ്യട്ടെ എന്നും ലീ തീരുമാനിച്ചിരുന്നു. അന്ന് സാൻഡിക്കൊപ്പം സമയം ചെലവിടുവാൻ പാട്രിക്കിനെ ലീ അനുവദിച്ചു. പുറത്തു പോവുകയാണെന്ന് പറഞ്ഞ് അവരെ വീട്ടിലാക്കിയിട്ട് പോയ ലീ പുറത്തൂടെ ചുറ്റിക്കറങ്ങി. അങ്ങനെ നടക്കുമ്പോഴാണ് ലീക്ക് മുമ്പിലേക്ക് ലീയുടെ മുൻഭാര്യ റാൻഡി വന്നെത്തുന്നത്. റാൻഡിയുടെ ഒരു സുഹൃത്തും റാൻഡിയുടെ കൊച്ചും അവളുടെ കൂടെ ഉണ്ടായിരുന്നു. തന്റെ മകനെ റാൻഡി ലീക്ക് കാണിച്ചു കൊടുത്തു. ലീ അല്പം അസ്വസ്ഥപ്പെടുന്നുണ്ടായിരുന്നു. പിന്നാലെ കൂട്ടുകാരി മാറിയപ്പോ റാൻഡി ലീയോട് സംസാരിച്ചു. പണ്ട് ആ കറുത്ത ദിവസത്തിലെ സംഭവങ്ങൾ നടന്നപ്പോൾ ഡിവോഴ്സ് ചെയ്ത് പോരാൻ നേരത്തും ഒക്കെയായി റാൻഡി ലീയെ ഒരുപാട് കുറ്റപ്പെടുത്തിയിരുന്നു. വായിൽ തോന്നിയതൊക്കെ പറഞ്ഞിരുന്നു. അവനെ അങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്ന് തോന്നിയ റാൻഡി ആ നിമിഷത്തിൽ ലീയോട് ക്ഷമ ചോദിക്കാൻ തുനിഞ്ഞു. പക്ഷെ ആ ക്ഷമാപണത്തിന് താൻ അർഹനല്ല, താൻ തെറ്റ് ചെയ്തവനാണ് എന്നായിരുന്നു ലീയുടെ പക്ഷം. റാൻഡി ലീയെ ഒരു ഡിന്നറിന് ക്ഷണിക്കുകയും അവനൊപ്പം സംസാരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ആരോടും അടുക്കാൻ താല്പര്യമില്ലാതിരുന്ന ലീ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറി. വീണ്ടും പഴയ വേദനകൾ അവനെ കുത്തിനോവിക്കാൻ തുടങ്ങിയിരുന്നു. റാൻഡിയോട് ബൈ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോന്നു. അവൻ നേരെ പോയത് ഒരു ബാറിലേക്കായിരുന്നു. അവിടെ ഇരുന്ന് മദ്യപിച്ചിരിക്കാൻ നേരം വീണ്ടും വേദന അവനെ ചുറ്റിവരിയാൻ ആരംഭിച്ചു. സഹിക്കാൻ പറ്റാതായതും അവിടെ ഉണ്ടായിരുന്ന അപരിചിതരുമായി അവൻ ഇടിയുണ്ടാക്കി. തല്ലുകൊണ്ട് വേദനിച്ചവൻ ബോധം കെട്ടു വീണു. അന്നവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ജോയുടെ കൂട്ടുകാരൻ ജോർജ് ആയിരുന്നു. ജോർജിന്റെ വീട്ടിലെത്തി ബോധം തെളിഞ്ഞപ്പോ ജോർജിന്റെ ഭാര്യയും മറ്റും അവനെ പരിപാലിച്ചു. ലീയുടെ അവസ്ഥ മറ്റാരെക്കാളും ജോർജിനും ഭാര്യയ്ക്കും മനസ്സിലാവുമായിരുന്നു. അന്ന് കുറച്ചു നേരത്തെ ട്രീറ്റ്മെന്റിന് ശേഷം അവരവനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. പരിക്കേറ്റ് വന്ന ലീയെ പാട്രിക് നോക്കിക്കണ്ടിരുന്നു. ലീയുടെ മുറിയിൽ പോയി നോക്കിയ പാട്രിക്കിന് ലീ അവിടെ വെച്ചിരുന്ന മക്കളുടെ ഫോട്ടോ കാണാൻ സാധിച്ചു. ലീ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊക്കെ പെരുമാറുന്നത്, മാഞ്ചസ്റ്ററിൽ നിൽക്കാൻ ആഗ്രഹിക്കാത്തത് എന്നതിനൊക്കെയുള്ള ഉത്തരം അതിൽ നിന്ന് തന്നെ പാട്രിക്കിന് കിട്ടുന്നുണ്ടായിരുന്നു. മയങ്ങാനിരുന്ന ലീ മക്കളെ സ്വപ്നം കണ്ടു. ഞങ്ങൾ വെന്തുരുങ്ങുന്നത് കാണുന്നില്ലേ അച്ഛ എന്നൊക്കെ മക്കൾ ചോദിക്കുന്നത് ലീയിൽ കൂടുതൽ വേദനയുണ്ടാക്കി. ലീ ഞെട്ടി എഴുന്നേറ്റു. അടുപ്പത്ത് പാചകം ചെയ്യാൻ വെച്ചിരുന്ന വസ്തു കത്തിക്കരിഞ്ഞു പോയിരുന്നു. ലീ വല്ലാതെ അസ്വസ്ഥനായി. ഇനിയും അവിടെ തുടരാൻ സാധിക്കില്ല എന്ന പോലെ ലീക്ക് തോന്നി. ഒടുവിൽ ആലോചിച്ച് തീരുമാനിച്ച് ലീ നേരെ ജോർജിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു ചെന്നു. ആ രാത്രിയിൽ തന്നെ ജോർജിന്റെ വീട്ടിലെത്തി ലീ അവരോട് സംസാരിച്ചു. ശേഷം തിരികെ
ലേഖ വീട്ടിൽ വന്ന് പാട്രിക്കിനോട് സംസാരിക്കാൻ ആരംഭിച്ചു. തനിക്ക് ബോസ്റ്റണിൽ ഒരു ജോലി റെഡിയായിട്ടുണ്ടെന്നും ജൂലൈയിൽ ഞാൻ അങ്ങോട്ട് പോകും, നീ എന്റെ കൂടെ വരണമെന്നില്ല എന്ന തരത്തിൽ ലീ സംസാരിച്ചു തുടങ്ങി. പിന്നെയെന്ന് പാട്രിക്ക് ചോദിച്ചപ്പോ ലീ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു. ലീക്ക് ജോർജിന്റെ വീട്ടുകാരോടൊപ്പം താമസിക്കാം, അവര് നിന്നെ ദത്തെടുക്കും, ഈ വീട് നിനക്ക് വാടകയ്ക്ക് കൊടുക്കാം, പിന്നെ ബോട്ടിന്റെ കാര്യം നിനക്ക് ലൈസൻസ് കിട്ടിക്കഴിയുമ്പോ അതിന്റെ ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. 21 വയസ്സാവുമ്പോ ഈ വീട് നിനക്ക് വിൽക്കുകയോ മറ്റോ ചെയ്യാം. ഇതെല്ലാം നീ ചെയ്യണമെന്നല്ല, തീരുമാനം നിന്റേതാണ്, നിനക്ക് തീരുമാനിക്കാം. കാര്യങ്ങളൊക്കെ ജോർജിനോട് പറഞ്ഞ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഇവിടെ നിന്ന് മൊത്തമായി വിട്ടുപോകുവാണോ? അങ്ങനല്ല, നിനക്ക് ഇവിടം വിട്ട് പോരാൻ പറ്റാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങനൊക്കെ സെറ്റ് ചെയ്തത്. ജോർജിന് നിന്നെ ദത്തെടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അതല്ല, അവരൊക്കെ നല്ലത് തന്നെയാ, അതെനിക്കറിയാം. പക്ഷെ അങ്കിൾ, നിങ്ങളെന്താ ഇവിടെ തങ്ങാത്തത്? എനിക്ക് അതാ അറിയേണ്ടത്. പാറ്റി, അത് എനിക്കതിനെ അതിജീവിക്കാൻ സാധിച്ചിട്ടില്ലടാ. സോറി. ലീയുടെ വാക്കുകളിൽ ലീ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും ലീയുടെ വേദനയും തങ്ങി നിന്നിരുന്നു. പാട്രിക്കും ഒന്നും മിണ്ടാതെ ദുഃഖത്തോടെയിരുന്നു. ലീ അവൻ അടുത്തു ചെന്ന് അവനെ ചേർത്തു പിടിച്ചു. കുറച്ച് നാളുകൾ കൂടി കടന്നുപോയി. ലീ ജോലിക്കായി ബോസ്റ്റണിലേക്ക് മാറി. വീട് വാടകയ്ക്ക് വേണ്ടി വെച്ചിരുന്നു. വൈകാതെ തണുപ്പുകാലം അവസാനിച്ച് ഭൂമി കുഴിക്കാൻ പറ്റും എന്നവസ്ഥ എത്തിയപ്പോൾ ഫ്യൂണറൽ ചടങ്ങുകൾ നടന്നു. ലീയുടെ മുൻഭാര്യയും കുട്ടിയും ഭർത്താവും അതിൽ പങ്കെടുത്തിരുന്നു. ലീ ചെറുതായെങ്കിലും അസ്വസ്ഥനായി കാണപ്പെട്ടിരുന്നു. ഫ്യൂണറൽ ചടങ്ങുകൾ കഴിഞ്ഞു പോരുമ്പോ പാട്രിക്ക് ലീയുമായി സംസാരിച്ചു. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോ ലീ അവൻ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. പിന്നീട് സംസാരിച്ചു നടക്കുമ്പോ ബോസ്റ്റണിൽ താൻ ഒരു മുറി കൂടി കൂടുതലുള്ള താമസ സ്ഥലം നോക്കുന്നുണ്ടെന്നും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നും ലീ പറഞ്ഞു. എന്തിനാണെന്നായിരുന്നു പാട്രിക്കിന്റെ ചോദ്യം. നിനക്ക് ഇടക്കൊക്കെ വരാമല്ലോ എന്ന് പാട്രിക്ക് മറുപടി പറഞ്ഞു. അവർ ഒന്നിച്ച് സംസാരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പിന്നീട് ഒരു വേനൽക്കാലത്ത് ജോയുടെ ബോട്ടിലിരുന്ന് ഒന്നിച്ച് ചൂണ്ടയിടുന്ന പാട്രിക്കിന്റെയും ലീയുടെയും ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. തന്റെ വേദനയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നുമൊന്നും ഒരിക്കലും കരകയറാൻ ലീക്ക് സാധിച്ചില്ലെങ്കിലും പാട്രിക്ക് ലീയുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു. പാട്രിക്കിന്റെ കൂടെ എപ്പോഴും ലീ ഉണ്ടാകും എന്നും അവിടെ വെച്ച് വ്യക്തമാകുന്നു. ഒരു പരിധിവരെ പാട്രിക്ക് ലീയുടെ വേദനകളും കുറയ്ക്കുന്നുണ്ടാകണം. ഒരുപക്ഷെ ആ പ്രതീക്ഷയിലായിരിക്കും ലീയെപ്പറ്റി എല്ലാം അറിയാവുന്ന പാട്രിക്കിന്റെ അച്ഛൻ ജോ തന്റെ മകന്റെ ഗാർഡിയൻഷിപ്പ് ലീക്കായി എഴുതി വെച്ചത്. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിസ്സഹായനായ ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞ മാഞ്ചസ്റ്റർ ബൈ ദ സീ എന്ന ഓസ്കാർ വിന്നിംഗ് ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.